അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പാർട്ട്ണറിനെ അറേഞ്ച് ചെയ്തു. ഞാൻ വന്നിട്ടൊരു 10 ലക്ഷം ദിർഹംസ് തരാം, അപ്പോൾ നമുക്ക് രണ്ടുപേരും കൂടി ഈ ബിസിനസ് 50-50 കൊണ്ടുപോകാമെന്ന് പറയും. അവിടെയാണ് നമുക്ക് കമ്പനിയുടെ വാല്യുവേഷൻ അറിയേണ്ടത്. എന്നുവെച്ചാൽ ഞാൻ ആദ്യം ചെയ്തത് 5 ലക്ഷം ദിർഹംസ് കൊണ്ടുവന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കമ്പനിയുടെ ഇതെന്ന് വെച്ചാൽ 1000 സ്റ്റോക്കുണ്ട്. 1000 സ്റ്റോക്കിൻ്റെ 500 രൂപയുടെ 1000 സ്റ്റോക്കായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. 500 രൂപയുടെ 1000 സ്റ്റോക്ക്, 5 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഫണ്ട് റേസ് ചെയ്ത്, അപ്പം കമ്പനിയുടെ വാല്യുവേഷൻ കൂടിയല്ലോ, കൂടുതൽ എമൗണ്ട് അതിനകത്ത് ഇറക്കി, കൂടുതൽ കമ്പനി ഇച്ചിരി വലുതായി. അപ്പം ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടി. വീണ്ടും 5 ലക്ഷം രൂപയും കൂടെ ഇറക്കിയപ്പം സ്റ്റോക്കിൻ്റെ വിലയും കൂടി, സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി. അതിനകത്ത് ഒത്തിരി ഇൻവെൻട്രി, കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ലാൻഡ് ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്, റവന്യൂ ഉണ്ട്, പിന്നെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വാല്യുവേഷനിൽ വരുന്നതാണ്. പിന്നെ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. മലബാർ ജ്വല്ലറീസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡുണ്ട്, തനിഷ്ക്, ഒരു വലിയ ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഞാൻ എന്ത് ചെയ്ത് 5 ലക്ഷം രൂപ വിട്ടിട്ട് 10 ലക്ഷം രൂപ ആയപ്പം എൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എനിക്ക് 1000 രൂപ, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 1000 ഷെയർ തന്നെ. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പാർട്ട്ണറെ കിട്ടി. അപ്പോൾ പാർട്ട്ണർ എന്ത് ചെയ്തു, ഞാൻ ഈ 500 ഷെയർ ഞാൻ പാർട്ട്ണറിന് കൊടുത്തു. അപ്പോൾ 500 ഷെയർ എൻ്റെ അല്ല, 500 ഷെയർ പുള്ളിയുടെ അല്ല. പുള്ളി ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. അപ്പം ടോട്ടൽ 20 ലക്ഷം ദിർഹംസ് എൻ്റെ 50%, പുള്ളിയുടെ 50%. അപ്പം 500 സ്റ്റോക്ക് വെച്ച് മാറി. 500 വെച്ച് സ്റ്റോക്കിൻ്റെ ഇതായി. പക്ഷേ ആ 10 ലക്ഷം രൂപ ഇട്ടപ്പോൾ എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ മാറി. അപ്പോൾ എൻ്റെ കമ്പനിയുടെ അന്നേരത്തെ പ്രൈസ്, നേരത്തെ 1000 ദിർഹംസ് ആയിരുന്നു, അപ്പോൾ എൻ്റെ 10 ലക്ഷം ആയത് അത് 2000 ദിർഹംസിലോട്ട് മാറി. അത്രയും വാല്യൂ എന്നത് കയറിയപ്പോൾ 2000 ദിർഹംസ്. അപ്പം 1000 ഷെയർസ് ഇൻറ്റു 2000 നോക്കുമ്പോൾ നമുക്ക് 20 ലാക്സ് ദിർഹംസിലോട്ട് അത് മാറി. അപ്പം പാർട്ട്ണറിന് 500 ഷെയറും എനിക്കും 500 ഷെയർ. സ്റ്റോക്കിൻ്റെ പ്രൈസ് 2000, അല്ലെങ്കിൽ അങ്ങനെ 2017 ടു 2020 വരെ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ 2 സ്റ്റോറുകൾ കൂടുതൽ, ടോട്ടൽ 4 സൂപ്പർ മാർക്കറ്റ്, മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയപ്പം നമ്മുടെ ആരുടെയും ഫണ്ടില്ല. എവിടെയാണ് നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ, അതായത് ഫണ്ട് റേസിങ് വഴി വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ വരുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ